നമസ്കാരം. ഞാൻ ഇന്നൊരു 2-3 സാധനം പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് ഹെന്ന. മിക്കവാറും എല്ലാവർക്കും ബ്ലാക്ക് ഹെന്ന അറിയാം എന്താണെന്ന്. വളരെ കുറച്ച് ലെസ് കെമിക്കൽസ് ചേർത്ത് ഉണ്ടാക്കുന്ന, അതായത് ഹെന്ന ഇൻഡിഗോ ബേസാക്കി ഉണ്ടാക്കുന്ന ഒരു ഡൈ ആണ്. എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മാർക്കറ്റിലുള്ള മറ്റ് ഡൈസിനെ അപേക്ഷിച്ച് ഇതിൽ കെമിക്കൽസ് കുറവാണ്. ഫുള്ളി കെമിക്കൽ ഫ്രീ എന്ന് പറയാൻ കഴിയില്ല, കെമിക്കൽസ് ഉണ്ട്, പക്ഷേ മാർക്കറ്റിലുള്ള മറ്റ് ഡൈസിനെ അപേക്ഷിച്ച് കെമിക്കൽസ് കുറവാണ്. പിന്നെ ഇത് എത്ര ദിവസം നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു 20 to 30 ഡേയ്സ് നമുക്ക് കളർ നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വാങ്ങുന്നതാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് ഇത് ഡാർക്ക് ബ്രൗൺ ഉണ്ട്, പിന്നെ ഒരു ബർഗണ്ടി കളറുണ്ട്. 3 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ കെമിക്കൽസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്മുടെ ഹെന്ന ഇൻഡിഗോ ഉണ്ട്, ഇൻസ്റ്റൻ്റ് ആണ്. അത് ആക്ച്വലി നമുക്കൊരു 10 മിനിറ്റ് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കാൻ കഴിയും. ഇൻഡിഗോയും ഹെന്നയും മറ്റേ സാധാരണ നേരത്തെ നമ്മുടെ സാധാരണ ഹെന്നയൊക്കെ ഇരുമ്പ് ചട്ടിയിൽ മിക്സ് ചെയ്ത് വെച്ച് നെക്സ്റ്റ് ഡേ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് അന്ന് തന്നെ ഉപയോഗിക്കാൻ കഴിയും. ബ്ലാക്ക് ഹെന്നയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മാർക്കറ്റിലുള്ള മറ്റ് ഡൈസിനെ അപേക്ഷിച്ച് വളരെ കെമിക്കൽസ് കുറവാണ്, അമോണിയ ഫ്രീ ആണ്, അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. പിന്നെ നമുക്കത് ഹാംഫുൾ ഒന്നും അല്ല. പിന്നെ ഒരു 20 to 30 ഡേയ്സാണ് അതിൻ്റെ കളർ നിൽക്കുന്നത്. അതാണ് ബ്ലാക്ക് ഹെന്നയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഉള്ളത് പൗഡേഴ്സ് എല്ലാം ഉണ്ട്. ബീട്രൂട്ടിൻ്റെ പൗഡർ, റെഡ് സാൻഡൽ പൗഡർ, പിന്നെ നമുക്ക് ലിക്വറൈസിൻ്റെ പൗഡർ, നമുക്ക് കഴിക്കുന്ന പൗഡേഴ്സ് ബ്രഹ്മി വരുന്നുണ്ട്, അതുപോലെ തന്നെ വെൽഡ് ഗ്രേപ്പ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ആംലയുടെ പൗഡർ വരുന്നുണ്ട്. സാധാരണ ഈ ക്യാപ്സൂൾസ് എന്ന് പറയുമ്പം അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ പെട്ടെന്ന് ചിന്തിക്കുന്നത് അത് മരുന്നാണെന്നാണ്. മരുന്നല്ല, ഈ ആംലയൊക്കെ നമ്മൾ കഴിക്കുന്നത് തന്നെയാണ്, പക്ഷേ ഡെയിലി നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ക്യാപ്സൂൾ രൂപത്തിൽ കൊടുക്കുന്നതും ആൾക്കാർ വാങ്ങുന്നതും. വെൽഡ് ഗ്രേപ്പ് ഇതുപോലെ ചങ്ങലം പുരണ്ട എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥികളുടെ തേയ്മാനത്തിന്, മസിൽ പെയിന്, ഫ്രാക്ചറിന്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വീണാലൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയുള്ള സെല്ലിങ്ങിനൊക്കെ നല്ലതാണ്. പക്ഷെ അതൊരു മരുന്നിൻ്റെ കാറ്റഗറി കൂട്ടേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ അത് ചമ്മന്തിപ്പൊടിക്ക്, അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. പക്ഷേ ചമ്മന്തിപ്പൊടി ആണെങ്കിലും അച്ചാറാണ്. ഈ വെൽഡ് ഗ്രേപ്പിനൊരു കുഴപ്പമുണ്ട്. ഇത് നമ്മൾ എണ്ണയിൽ വഴറ്റാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചൊറിയും. അപ്പോൾ അതിനാണിത് നീളത്ത് ഉണക്കി പൊടിച്ച് ക്യാപ്സൂൾ രൂപത്തിൽ ഇറക്കുന്നത്. അല്ലാണ്ട് അതൊരിക്കലും മരുന്നല്ല. അത് അതിനെപ്പറ്റി വിവരം ഇല്ലാത്ത ആൾക്കാരാണ് അത് മരുന്നാണെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഉള്ള ക്യാപ്സൂൾസ് കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ള ക്യാപ്സൂൾസ്. അത് ആക്ച്വലി അതിനായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് വാങ്ങി ഉണ്ടാക്കുന്നതാണ്. അതിൽ കുർക്കുമിൻ്റെ കണ്ടന്റ് ആയിരിക്കും കൂടുതൽ. നമ്മുടെ സാധാരണ കറിമഞ്ഞളല്ലത്. പിന്നെ ബ്രഹ്മി നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാം.